Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ക്ലാസ് 12ലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന പാർട്ടില് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. Now we can move to the first question. The question is the electric flux through the surface. അപ്പോൾ നമുക്ക് 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഈ 4 ഫിഗേഴ്സിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്ഷനകത്ത് തന്നിട്ടുള്ളത്. ഇനി 4 ഫിഗേഴ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? 4ഉം ഡിഫറെന്റ് ഷേപ്സ് ആണ് അല്ലെ. ഷേപ്സ് എല്ലാം ഡിഫറെന്റ് ആണ്. പക്ഷെ അതിനകത്ത് ഉണ്ടാവുന്ന, അതായത് ക്ലോസ്ഡ് സർഫസിനകത്ത് വരുന്ന ചാർജസ് എത്രയാണോ നോക്കി നോക്കൂ. ദാറ്റ് ഈസ് പ്ലസ് ക്യൂ. അതായത് 4 കേസിലും വരുന്നത് പ്ലസ് ക്യൂ ചാർജസ് ആണ്. അപ്പോ വാട്ട് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി സർഫസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് ഇലക്ട്രിക് ഫ്ലക്സിന് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ 4 ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഇൻ ഫിഗർ 4 is the largest. In figure 4th one is the largest എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ ബി ഇൻ ഫിഗർ 3rd one is the least. അതായത് 3rd one ആണ് ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Then we have option C is figure 2 is the same as figure 3 but it is smaller than figure 4. അതായത് ഫിഗർ 2 and 3 are same but it is smaller than figure 4 എന്നുള്ളതാണ് third option. Then fourth option is it is the same for all the figures. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് സെയിം ഫോർ ആൾ ദി ഫിഗേഴ്സ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക? അപ്പൊ 4 ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. ഗോസസ് ലോ ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ ദി ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് സർഫസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തിനായിരിക്കും? അതിനകത്ത്, അതായത് ക്ലോസ്ഡ് സർഫസിനകത്തുള്ള ചാർജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? എല്ലാ ചാർജസും സെയിം ആണ്. പ്ലസ് ക്യൂ ചാർജ് ആണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി സെയിം ഫോർ ഓൾ ദി ഫിഗേഴ്സ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? കാരണം ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ചാർജ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദി സർഫസ്. ഓക്കെ, നമ്മൾ ഗോസസ് ലോയിൽ പഠിച്ചതാണ്. സോ ചാർജ് ഇൻസൈഡ് ഓൾ ദ ഫിഗേഴ്സ് ആർ സെയിം, therefore electric flux will be the same. Clear? The next question is, here we can see a figure. Okay, so here 5 charges Q1, Q2, Q3, Q4 and Q5 are fixed at their positions. അതായത് ഈ 5 ചാർജസ് എന്താണ്? ഇവ ഫിക്സ്ഡ് ആണ്, അതിന്റെ പൊസിഷനിൽ ഫിക്സ്ഡ് ആണ് as shown in the figure. Okay, here S is a Gaussian surface. S എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസ് ആണ്. ആൻഡ് ഗോസസ് ലോ ഇസ് ഗിവൺ ബൈ ഇന്റഗ്രൽ E dot ds, that is closed integral E dot ds is equal to Q by epsilon 0. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 5 ചാർജസ് ഇവിടെ ഫിക്സ്ഡ് ആണ്. S എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസ് ആണ്. ഇനി ഗോസസ് ലോ ഇസ് ഓൾസോ ഗിവൺ, that is closed integral E dot ds എന്ന് പറയുന്നത് Q by epsilon 0ക്ക് ഈക്വൽ ആണ്. നമുക്ക് കാണാനുള്ളത് എന്താണ്? Which of the following statement is correct? So the options are, first one, E on the LHS of the above equation will have a contribution from Q1, Q5 and Q3, while Q on the RHS will have a contribution from Q2 and Q4 only. അതായത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇൻസൈഡ് ദി ഗോഷ്യൻ സർഫസ് ഏതൊക്കെ ചാർജസ് ആണ് വരുന്നത്? Q2 and Q4 ആണ് അല്ലെ. ബാക്കി Q1, Q3 and Q5 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി ഗോഷ്യൻ സർഫസ് ആണുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് LHS വരുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഏതിന്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്നാ പറയുന്നത്? Q1, Q3 and Q5. അതുപോലെ തന്നെ RHS വരുന്ന Q എന്ന് പറയുന്ന ചാർജിൽ വരുന്ന കോൺട്രിബ്യൂഷൻസ് Q2 and Q4 എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ is E on the LHS of the above equation will have a contribution from all charges while Q on the RHS will have contribution from Q2 and Q4 only. അതായത് LHS വരുന്ന ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഏതിന്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് വരും? എല്ലാ ചാർജിന്റെയും കോൺട്രിബ്യൂഷൻസ് വരും. അതായത് Q1, Q2, Q3, Q4, Q5 എല്ലാ ചാർജസിന്റെ കോൺട്രിബ്യൂഷൻസ് വരും. എന്നാൽ RHS ചാർജ് Qവില് ഏതിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ? Q2 and Q4 മാത്രമേ ഉണ്ടാവുള്ളൂ. Then third option is E on the LHS of the above equation will have a contribution from all charges while Q on the RHS will have a contribution from
Q1, Q3 and Q5 only. അതായത് LHS ഏതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ ആണ്, എല്ലാ ചാർജസിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എന്നാൽ RHS ഉള്ളത് Q1, Q3 and Q5 ആണെന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി, that is both E on the LHS and Q on the RHS will have contribution from Q2 and Q4 only. അതായത് LHS-ലും RHS-ലും Q2-ന്റെയും Q4-ന്റെയും മാത്രം കോൺട്രിബ്യൂഷൻ ആണുള്ളത് എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സോ ഹിയർ ഓൾ ദ ചാർജസ് ആർ പോസിറ്റീവ്, അല്ല എല്ലാ ചാർജുകളും പോസിറ്റീവ് ചാർജുകളാണ്. സോ ഇവിടെ RHS-ൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, അതായത് ഗോഷ്യൻ സർഫസ് ആണ് വരുന്നത്, ദാറ്റ് വിൽ ബി ഡ്യൂ ടു Q2 ആൻഡ് Q4 ഓൺലി. അതായത് ഗോഷ്യൻ സർഫസിനകത്ത് ഏതൊക്കെ ചാർജസ് വരുന്നുള്ളൂ? Q2ഉം Q4ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ RHS-ൽ വരുന്ന ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? Q2ഉം Q4ഉം മാത്രമാണ്. എന്നാൽ LHS-ല് ഗോഷ്യൻ സർഫസിൽ എന്തുണ്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഡ്യൂ ടു ഓൾ ദി ചാർജസ് Q1, Q2, Q3, Q4 ആൻഡ് Q5. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Now we have another question. If there is only one type of charge in the universe, then അതായത് ഒരൊറ്റ ടൈപ്പ് ചാർജ് മാത്രമാണ് യൂണിവേഴ്സിൽ ഉള്ളതെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, closed integral E dot ds not equal to 0 on any surface. Closed integral E dot ds is not equal to 0 on any surface. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. Second option is closed integral E dot ds is equal to epsilon 0 by q if the charge is outside the surface. അതായത് closed integral E dot ds will be equal to epsilon 0 by q if the charge is outside the surface. സർഫസിന് പുറത്താണെന്നുണ്ടെങ്കിൽ that will be equal to epsilon 0 by q എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. Then third option is closed integral E dot ds cannot be defined. ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. Then fourth option is closed integral E dot ds is equal to q by epsilon 0 if charges of magnitude q is inside the surface. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? അതായത് if there is only one type of charge, ഏതെങ്കിലും ഒരു ടൈപ്പ് ചാർജ് മാത്രമാണ് യൂണിവേഴ്സിൽ ഉള്ളതെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിരിക്കുക? യെസ്, നമുക്കറിയാം ഗോസസ് ലോയിൽ എന്താണ്? if the charge q is enclosed inside the Gaussian surface, then closed integral E dot ds will be equal to q by epsilon 0. Okay, അതായത് ഓപ്ഷൻ ഡി will be the correct answer. Okay, അതായത് closed integral E dot ds will be equal to q by epsilon 0. Okay, and it is given if charges of magnitude q is inside the surface. അതായത് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിനകത്താണ് ചാർജ് q ഉള്ളതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് that will be equal to q by epsilon 0. Clear? Next question is, what is the value of electric flux on a surface whose area is meter square when an electric field of 2 volt per meter intersects at an angle of 60 degree? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാണേണ്ടത്. അതിന്റെ ഏരിയ എത്രയാണ്? 1 മീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് 2 വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, ആംഗിള് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 60 ഡിഗ്രി. സോ what is the value of electric flux? And options are A, 4 voltmeter, option B, 5 voltmeter, option C, 1 voltmeter, and option D, 3 voltmeter. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇലക്ട്രിക് ഫ്ലക്സ്? ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഫ്ലക്സ് എന്താണ്? phi is equal to EA cos theta ആണ് അല്ലെ. ഇവിടെ E ഇലക്ട്രിക് ഫീൽഡ് ആണ്, A is the area, പിന്നെ തീറ്റ ഇവിടെ തന്നിട്ടുള്ളത് 60 ഡിഗ്രി ആണ്. നമുക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? E ഇൻറ്റു എ, അതായത് E എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ 2 ഇൻറ്റു ഏരിയ 1, സോ 1 ഇൻറ്റു കോസ് 60 വരും. സോ 2 ഇൻറ്റു കോസ് 60യുടെ വാല്യൂ 1/2 ആണ്. സോ 2 വിൽ ഗെറ്റ് ക്യാൻസൽഡ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 1 ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ 1 ആണ്. സോ 1 വോൾട്ട് മീറ്റർ ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next question is, Gauss's law is effective for options any enclosed area only near uniform surfaces, option C any unobstructed surface, option D only open irregular surfaces. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗോസസിൽ എവിടെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്? അതായത് എപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസിൽ മാത്രമേ നമുക്ക് ഗോസസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ദാറ്റ് ഈസ് വൈ വി ആർ കൺസിഡറിങ് എ ഗോഷ്യൻ സർഫസ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഇനി എൻക്ലോസ്ഡ് ഏരിയ, ഒരു എൻക്ലോസ്ഡ് ഏരിയ ആയിരിക്കും
നമുക്ക് ഗോസസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question is, what is the electric flux connected to Earth if there is only one sort of charge Q on the planet? അതായത് പ്ലാനറ്റിലെ Q ചാർജ് മാത്രമാണ്, ഒരു ടൈപ്പ് ഓഫ് ചാർജ് മാത്രമാണെന്നുണ്ടെങ്കിൽ what is the electric flux connected to Earth എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ, it can be zero through any Earth surface. Option B, the Earth has infinite flux. Option C, if the charge is placed outside of the Earth, it is zero, and if the charge is placed inside the Earth, it is Q by epsilon zero. Option D, it is impossible to define. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? അപ്പൊ നമ്മൾ നേരത്തെ യൂണിവേഴ്സിന്റെ കേസിൽ പറഞ്ഞു ഇഫ് ദർ ഇസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ചാർജ്. അപ്പൊ അവിടെ എന്താണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്? E.ds എന്ന് പറയുന്നത് Q by epsilon zero ആണെന്ന് കണ്ടു അല്ലെ? അപ്പൊ അതേപോലത്തെ ഒരു കേസ് തന്നെയാണ്, സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്ലാനറ്റിൽ ഓൺലി വൺ ടൈപ്പ് ഓഫ് ചാർജ് ആണ് ഉള്ളതെങ്കിൽ വാട്ട് അബൌട്ട് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഓൺ എർത്ത് എന്നുള്ളതാണ്. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ വരിക? എർത്തിനെ നമുക്ക് എന്തായിട്ട് ഇവിടെ വേണം? എപ്പോഴും ഒരു എൻക്ലോസ്ഡ് സർഫസ് ഉണ്ടായിരിക്കണം അല്ലെ ഫ്ലക്സ് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോ ഇൻസൈഡ് ദി എർത്തിലാണ് ചാർജ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി Q by epsilon zero. ഇനി ഔട്ട്സൈഡ് ദി എർത്ത് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി സീറോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഓപ്ഷൻ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി. അതായത് ഇഫ് ദ ചാർജ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദി എർത്ത് ഇറ്റ് ഈസ് സീറോ, ആൻഡ് if the charge is placed inside the earth it is Q by epsilon zero. So that is the correct option, option C. Next question is, the electric flux is caused by. Electric flux is caused by ഏതാണ് റീസൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. The intensity of the electric field, area of the surface, angle of surface with respect to the electric field, and each one of these. നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് കാണാന്നുള്ള ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Phi is equal to EA cos theta ആണ്. അപ്പൊ അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ദെൻ അതായത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഏരിയ ഓഫ് ദി സർഫസ് ഉണ്ട്, ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദം ദാറ്റ് ഇസ് തീറ്റ. അപ്പൊ ഈ മൂന്ന് ഫാക്ടേഴ്സിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് കോസ്ഡ് ബൈ each one of these. Option D is the correct answer. Okay. Next question is, a plus Q charge is placed in the center of a cubical box. The total flux coming out of the wall has a value of. അതായത് ഒരു പ്ലസ് ക്യൂ ചാർജ് ആണ് ഒരു ക്യൂബിക്കൽ ബോക്സിന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദി വാൾ ആണ് കാണേണ്ടത്. Okay, options are Q by 6 epsilon 0, Q by epsilon 0, 6Q by epsilon 0, and Q by 3 epsilon 0. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ ദ കേസ് ഓഫ് ക്യൂബിക് ബോക്സ് കാണാൻ പറ്റുക നോക്കാം. സോ ഫ്ലക്സ് കാണാൻ നമുക്ക് ഗോസസിലോ യൂസ് ചെയ്യാം അല്ലെ? അതായത് Phi is equal to Q by epsilon 0 ആണ്. ഇനി ഒരു ക്യൂബിന്റെ കേസ് ആവുമ്പോൾ അവിടെ എത്ര ഫേസസ് ഉണ്ട്? ഒരു ക്യൂബിന് 6 ഫേസസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പോൾ ഫ്ലക്സ് ത്രൂ 6 ഫേസസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? Q by epsilon 0 ക്ക് ഈക്വൽ അല്ലേ? അതായത് 6phi will be equal to Q by epsilon 0 ആണ്. അപ്പോ Phi എന്തിന് ഈക്വൽ ആയിരിക്കും? Q divided by 6 epsilon 0 ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് Phi എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫേസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാണേണ്ടത്. അപ്പൊ ക്യൂബിന്റെ കേസിൽ 6 ഫേസസ് ഉള്ളത് കൊണ്ട് എങ്ങനെ കാണാം? 6phi will be equal to Q by epsilon 0. Therefore, Phi will be equal to Q divided by 6 epsilon 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ A is the correct answer. Q divided by 6 epsilon 0. Next question is, a point charge Q is put immediately above the center of a cube with the side x at a distance of x by 2. The flow of flux through the cube is. സോ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു പോയിന്റ് ചാർജ് ഒരു ക്യൂബിന്റെ സെന്ററിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതായത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ബൈ 2. അപ്പോൾ ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. നമ്മൾ എക്സ് ബൈ 2 ഡിസ്റ്റൻസിൽ എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്? പോയിന്റ് ചാർജ് ക്യൂ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ എ Q by 6 epsilon 0, option B Q by 2 epsilon 0, option C Q by 4 epsilon 0, and option D Q by epsilon 0. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കേസ് നേരത്തെ ഒരു സ്ക്വയറിന്റെ കേസ് പറഞ്ഞിരുന്നു അല്ലെ? സ്ക്വയറിന്റെ സെൻട്രിൽ നിന്ന് അതേപോലെ അതായത് ഒരു x by 2 ഡിസ്റ്റൻസിലാണ് നമ്മളൊരു ചാർജ് പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന
ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണാന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അതൊരു ക്ലോസ്ഡ് സർഫസ് അല്ലാത്തത് കൊണ്ട് നമ്മളൊരു ക്യൂബാണ് കൺസിഡർ ചെയ്തിരുന്നത് ഗോഷ്യൻ സർഫസ് ആയിട്ട്. പക്ഷെ ഇവിടെ ഇതൊരു ഗോഷ്യൻ സർഫസ് തന്നെയാണ്, കാരണം ഇത് ക്ലോസ്ഡ് ആണ്, ക്യൂബ് ആയതുകൊണ്ട് ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പൊ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ചാർജ് അതായത് x/2 ഡിസ്റ്റൻസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോയിന്റ് ചാർജ് എവിടെയായിരിക്കും? ദാറ്റ് വിൽ ബി അറ്റ് ദി ഫേസ് ഓഫ് എ ക്യൂബ് അല്ലെ. അതായത് എക്സ് ആയിട്ടുള്ള ക്യൂബിന്റെ ഒരു ഫേസിലാണ് നമ്മൾ പോയിന്റ് ചാർജ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സാക്ട്ലി അബൌവ് ദി സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി അറ്റ് ദി വൺ ഫേസ് ഓഫ് എ ക്യൂബ്. സോ അതുകൊണ്ട് തന്നെ ചാർജ് ക്യൂ എന്തായിട്ട് ഷെയർ ചെയ്യും? ദാറ്റ് വിൽ ബി ഷെയർഡ് ഈവൻലി ബൈ 2 ക്യൂബ്സ് ഇഫ് ഇറ്റ് ഈസ് പുട്ട് അറ്റ് ദ സെന്റർ ഓഫ് ദ ക്യൂബ്സ് ഫേസസ്. അതായത് ക്യൂബിന്റെ സെന്ററിലുള്ള ഫേസിലാണ് വരുന്നത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് വിൽ ബി ഷെയർഡ് ഈവൻലി ബൈ 2 ക്യൂബ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു സിംഗിൾ ഫേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? Q/2 epsilon 0 ആയിരിക്കും. അതായത് 1/2 ഓഫ് Q/epsilon 0 ദാറ്റ് വിൽ ബി ഈക്വൽ ടു Q/2 epsilon 0 ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് Q/2 epsilon 0. Next question is, when a ring is put in an electric field and its plane is parallel to the field, the electric flux associated with the ring. അതായത് ഒരു റിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? വിച്ച് ഈസ് പുട്ട് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദ ഫീൽഡ്. അതിന്റെ പ്ലെയിന് ഫീൽഡിന് പാരലൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് ആർ വിൽ ബി നെഗറ്റീവ്, ഓപ്ഷൻ ബി വിൽ ബി പോസിറ്റീവ്, ഓപ്ഷൻ സി വിൽ ബി 0 ആൻഡ് ഓപ്ഷൻ ഡി കനോട്ട് ഇവാലുവേറ്റ്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക നോക്കാം. സോ ഹിയർ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കാണേണ്ടത്. ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ φ = A cos θ ആണ്. ഇനി തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എ ആണ്. സോ ദാറ്റ് ഈസ് പാരലൽ, അതായത് പ്ലെയിൻ ഈസ് പാരലൽ ടു ദ ഫീൽഡ് എന്ന് തന്നിട്ടുണ്ട്. സോ ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഇനി cos 90യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ φ ഓൾസോ വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, വിൽ ബി 0. The next question is, when a square loop with a surface area of 50 centimeter square is placed in a homogeneous electric field with an intensity of 50 Newton per coulomb and the angle between the surface and electric field is 60 degree, the electric field associated with the loop is, the options are 1250 voltmeter, option B 125 voltmeter, option C 0.125 voltmeter and option D 1.25 voltmeter. അപ്പൊ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരു സ്ക്വയർ ലൂപ്പിന്റെ വിത്ത് സർഫസ് ഏരിയ 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 50 ഒന്ന് കൺവേർട്ട് ചെയ്യാം, മീറ്ററിലേക്ക് മാറ്റാം അല്ലെ. അതായത് 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ് സർഫസ് ഏരിയ എ. ഇനി അതേപോലെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 50 ന്യൂട്ടൺ പെർ കൂളം ആണ്. ആംഗിൾ ഈസ് 60 ഡിഗ്രി. സോ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണാം? സോ നമുക്ക് 50 സെന്റിമീറ്റർ സ്ക്വയറിന് എങ്ങനെ എഴുതാം? 50 × 10⁻⁻4 മീറ്റർ സ്ക്വയർ അല്ലെ. ഇ എന്ന് പറയുന്നത് 50 ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ φ is equal to EA cos theta. അതായത് φ is equal to 50 × 10⁻⁻4 into cos 60. ഓക്കെ, സോ cos 60യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.125 വോൾട്ട്മീറ്റർ. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 0.125 വോൾട്ട്മീറ്റർ ഇസ് ദ കറക്റ്റ് ആൻസർ. Now we can move to the next question. The question is, when an electric field rotates a circular ring along its axis, the electric flux associated with the ring. So what will happen to the electric flux associated with the ring? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് റൊട്ടേറ്റ്സ് എ സർക്കുലർ റിംഗ് അലോങ് ഇറ്റ്സ് ആക്സിസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻസ് ആർ എ വിൽ decrease, B will increase, C remains the same and D I am not sure. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സോ ഹിയർ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് EA cos θ ആണ്. ഇനി തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ സർഫസ് ആൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് സർഫസിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ഇനി സർക്കുലർ റിംഗ് വിച്ച് ഈസ് റൊട്ടേറ്റഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ഇറ്റ്സ് ആക്സിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അലോങ് ദി ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അലൈൻമെന്റ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ആംഗിള് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ തീറ്റയ്ക്ക് എന്തുണ്ടാവുന്നില്ല? വേരിയേഷൻ ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഇയും എയും കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ ഈ 3 ക്വാണ്ടിറ്റീസും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും?
സെയിം ആയിരിക്കും അല്ലേ? സോ ദാറ്റ് വിൽ നോട്ട് ചേഞ്ച്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് റിമെയിൻസ് ദ സെയിം. Suppose a closed square loop whose area is 5i minus 6j is placed in an electric field of 2i minus 4j. Then what will be the electric flux? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരു ക്ലോസ്ഡ് സ്ക്വയർ ലൂപ്പിൽ ഏരിയ 5i minus 6j ആണ്, ആൻഡ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 2i minus 4j. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും തന്നിട്ടുണ്ട്. ദെൻ വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതാണ് കാണേണ്ടത്. ഓപ്ഷൻസ് 2i minus 4j Vm, then option B 34 Vm, then option C 10 Vm and option D 3i minus 2j Vm. ഓക്കെ, സോ അത്രയും വോൾട്ട് മീറ്റർ ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെ നമുക്ക് കാണാം? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എ കോസ് തീറ്റ, അതായത് ഇ ഡോട്ട് എ ആണ്. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. സോ 2i minus 4j ഡോട്ട് 5i minus 6j കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. അപ്പൊ 2 into 5 എന്ന് പറയുന്നത് 10 ആണ്, പ്ലസ് then 4 into 6 that is 24. so j dot j will be equal to 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 10 plus 24 that is 34 വോൾട്ട് മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, 34 വോൾട്ട് മീറ്റർ is the correct answer. Now we can move to the last question. Which of the following is called as the number of electric force lines that pass through a unit region? Which of the following is called as number of electric force lines that pass through a unit region? ഇതിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് ഡെൻസിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫീൽഡ്, നത്തിങ്. ഓക്കെ, നമ്മൾ എന്തിന്റെ ഡെഫിനിഷൻ ആണത്? അതായത് നമ്പർ ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ലൈൻസ് ദാറ്റ് പാസ് ത്രൂ എ യൂണിറ്റ് റീജിയൻ. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിന്റെ പറയുന്ന പേരാണ് എന്ത്? യെസ്, ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.